ഈസ്റ്റളേരി പഞ്ചായത്തിലെ കടുമേനി കരിമുണ്ടങ്കയത്തെ ജൈവ കർഷകൻ CP അപ്പുക്കുട്ടൻ വീട്ടുപരിസരത്ത് കൃഷി ചെയ്ത ചെണ്ടുമല്ലിപ്പൂവുകൾ വിളവെടുത്തു. പഞ്ചായത്ത് പ്രസിഡന്റ് ജോസഫ് മുത്തോലി വിളവെടുപ്പ് ഉദ്ഘാടനം നിർവഹിച്ചു. പരമ്പരാഗത കൃഷിരീതികൾക്കപ്പുറം പുതിയ കൃഷിരീതികൾ, പ്രത്യേകിച്ചും സംയോജിത കൃഷിരീതിയെ കർഷകർ ആശ്രയിക്കുന്ന, ആ രീതിക്ക് പ്രാമുഖ്യം കിട്ടുന്ന, അതിനെ ലാഭകരമാക്കുന്ന ഒരു രീതി നമ്മളുടെ നാട്ടിൽ വികസിച്ചു വരികയാണ്. അതിൻ്റെ ഒരു ഭാഗമാണ് പുഷ്പകൃഷി. അപ്പോൾ പുഷ്പകൃഷി ഇന്ന് വ്യാപകമായി നമ്മളുടെ പഞ്ചായത്തുകളിലെ കർഷകർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ പഞ്ചായത്തിൽ ആദ്യമായിട്ട് അപ്പുക്കുട്ടനാണ് ഈ കൃഷിയിലേക്ക് ഇറങ്ങിത്തിരിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ കൃഷിയിടത്തിൽ നിന്നുള്ള വിളവെടുപ്പാണ് ഇന്ന് നടന്നത്. അദ്ദേഹത്തിന് എല്ലാവിധ ആശംസകളും നേരുന്നു. അദ്ദേഹത്തെ വിവിധ രീതിയിലുള്ള കൃഷിരീതികളിൽ പരീക്ഷണങ്ങൾ നടത്തിക്കൊണ്ട് വിജയിച്ച് മുന്നേറുന്ന ഒരു കർഷകനാണ്. ഒരു മാതൃകാ കർഷകനായിട്ട് ഈസ്റ്റളേരി ഗ്രാമപഞ്ചായത്ത് അദ്ദേഹത്തെ അംഗീകരിക്കുകയുണ്ടായി. അദ്ദേഹത്തിന് ഇനിയും കൂടുതൽ പരീക്ഷണം നടത്തി കൂടുതൽ വിജയങ്ങളിലെത്താൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. കൃഷി ഓഫീസർ ഉമാദേവി, കൃഷി അസിസ്റ്റന്റ് ജയപ്രകാശ്, CP അപ്പുക്കുട്ടൻ എന്നിവർ സംസാരിച്ചു. പുഷ്പകൃഷി നമുക്കറിയാം ആദായകരമായ ഒരു കൃഷി രീതിയാണ്. അതിലേക്ക് ചുവട് വെച്ചിരിക്കുകയാണ് നമ്മുടെ അപ്പുക്കുട്ടേട്ടൻ. നമുക്കറിയാം ഈസ്റ്റളേരി പഞ്ചായത്തിലെ തന്നെ ജൈവ കൃഷി അനുവർത്തിക്കുന്ന അതായത് വേറിട്ട് നിൽക്കുന്ന ഒരു കർഷകനാണ് അപ്പുക്കുട്ടേട്ടൻ. നെൽകൃഷി ചെയ്യുന്നു. അതുപോലെ വിവിധ തരം താല്പര്യങ്ങളെ മുൻനിർത്തിക്കൊണ്ട് വിവിധ തര കൃഷി രീതികൾ പരീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന അപ്പുക്കുട്ടേട്ടൻ പുഷ്പകൃഷിയിലേക്കും ഇറങ്ങിത്തിരിച്ചിരിക്കുന്നു. അപ്പം കൃഷി വകുപ്പിൻ്റെ ഒരു ആനുകൂല്യം നമുക്ക് ഇദ്ദേഹത്തിന് നൽകാൻ സാധിച്ചിട്ടുണ്ട്. അതുകൂടാതെ ഇദ്ദേഹം തന്നെ വിവിധങ്ങളായ പരീക്ഷണങ്ങൾ നടത്തി നല്ല രീതിയിൽ, അതായത് ഇത്രയും പ്രതികൂലമായ സാഹചര്യത്തിലും ഇപ്രകാരം ഒരു വിളവെടുപ്പ് നടത്താൻ സാധിച്ച ഇദ്ദേഹത്തിൻ്റെ ഒരു പരിശ്രമവും അതിനോടുള്ള ഒരു ആത്മാർത്ഥതയും കാരണം തന്നെയാണ്. അപ്പോൾ നമുക്ക് എന്നും ഇദ്ദേഹം ഒരു മുതൽക്കൂട്ടാണ്. ഇനിയും ഇതുപോലെ മുന്നേറാൻ അദ്ദേഹത്തിന് സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. സത്യം പറഞ്ഞാൽ ഈ ഒരു പ്രതീക്ഷ ഇങ്ങനെ ആവുമെന്ന് ഞാൻ വിചാരിച്ചില്ല. കാരണം പ്രതികൂല കാലാവസ്ഥയാണ്. അപ്പോൾ ആ പ്രതികൂല കാലാവസ്ഥയ്ക്ക് ഇതുപോലെ ചെയ്തതെന്ന് പറഞ്ഞാൽ വളരെയധികം എഫർട്ട് എടുത്തിന്. എൻ്റെ കൂടെ എൻ്റെ ഭാര്യയും ഇത് നിൽക്കുന്ന ഇവരൊക്കെ നന്നായിട്ട് പണിയെടുക്കുന്നു. അപ്പോൾ എങ്കിലും അവരുടെ പ്രയോജനം ഉണ്ടെങ്കിൽ പോലും ഇത് ഈ രീതിയിൽ വന്നത് ശരിക്കും ഒരു അഭിമാനം തന്നെയാണ്. കാരണം വളരെ നല്ല രീതിയിൽ തന്നെ കാറുകളൊക്കെ ഏറ്റവും നല്ല വലിപ്പത്തിൽ ചെയ്യാൻ പറ്റി. അപ്പോൾ അതിന് കൃഷി ഓഫീസിൽ നിന്ന് എനിക്ക് നല്ല രീതിയിൽ എഫേർട്ട് തന്നു. അപ്പോൾ അത് എപ്പോഴും എൻ്റെ ഒരു ശരിക്കും പറയാൻ ഓഫീസറല്ല, എൻ്റെ ഒരു സഹോദരിയെ പോലെയാണ് കാണുന്നത്. കാരണം അങ്ങനെയാണ് ഇതെല്ലാ കാര്യം ഇവിടെ വന്ന അന്ന് മുതലുള്ളൊരു ബന്ധമാണിത്. എല്ലാ കാര്യങ്ങളും എനിക്ക് ഭയങ്കരമായിട്ട് തരുന്നുണ്ട്. അപ്പോൾ ഇത്രയും ഒരു കൃഷി ഓഫീസറും കൂടി ഉണ്ടാകുമ്പോൾ നമുക്കെല്ലാം മുന്നോട്ട് ചെയ്യാൻ പറ്റും. സത്യത്തിൽ ലാഭം നോക്കിയിട്ടില്ല. ഇതിനൊക്കെ ഒരുപാട് പൈസ, ഏകദേശം 4500 മേലെ ഇപ്പോൾ മുടക്കി കഴിഞ്ഞു. അതൊന്നും പൈസയല്ല. പക്ഷേ അത് നമ്മളെ പഞ്ചായത്തിനും നമ്മളെ കൃഷി ഓഫീസറിനും നാട്ടുകാർക്കും എല്ലാവരും പ്രചോദനമായിരിക്കും. അതുകൊണ്ട് ഇത്തരം സംഭവങ്ങൾ തന്ന കൃഷി ഓഫീസർക്കും അതുപോലെ ഇതിനു വേണ്ടി എല്ലാ തരത്തിലും ഇവിടെ തിരക്ക് വന്ന പഞ്ചായത്ത് പ്രസിഡന്റിനും കൃഷി അസിസ്റ്റന്റിനും കൂടെ നിന്ന എല്ലാവർക്കും എൻ്റെ നന്ദി അറിയിക്കുകയാണ്. 300 ചുവട് ചെണ്ടുമല്ലികളാണ് ഇദ്ദേഹം ഇപ്രാവശ്യം കൃഷി ചെയ്തത്. പ്രതികൂല കാലാവസ്ഥയെ അതിജീവിച്ച് മികച്ച വിളവ് ലഭിച്ചു. വർഷങ്ങളായി വിവിധ ഇനം പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും കൃഷി ചെയ്യുന്ന ഇദ്ദേഹം കൃഷി അറിവുകളും പങ്കുവയ്ക്കാറുണ്ട്. ഷോപ്പ് വലുതും വിശാലവുമാണ് എന്ന് കരുതി വില വലുതല്ല കേട്ടോ. സെലക്ഷന്റെ കാര്യമോ ഒന്നും പറയുകയേ വേണ്ട. എല്ലാ ബ്രാൻഡഡ് കമ്പനികളുടെയും ഉൽപ്പന്നങ്ങൾ കമ്പനി നൽകുന്ന എല്ലാ ആനുകൂല്യങ്ങളോടെയും വിശ്വസിച്ച് വാങ്ങാം. സ്കൂൾ കോളേജ് ബാഗുകൾക്ക് മാത്രമായി എക്സ്ക്ലൂസീവ് ഷോറൂം. വിൽപ്പനാനന്തര സേവനങ്ങളിൽ ഉത്തര മലബാറിൽ മറ്റൊരു ഓപ്ഷനും ഇല്ല. ഇതൊക്കെ എവിടെയെന്നല്ലേ? ബാഗ് ബസാറിൽ. അല്ല പിന്നെ, ഉത്തര മലബാറിലെ ഏറ്റവും വലിയ ബാഗ് ഷോറൂം. ഒപ്പം റെയിൻ കോട്ടുകൾ, കുടകൾ, വാട്ടർ ബോട്ടിലുകൾ, ടിഫിൻ ബോക്സുകൾ തുടങ്ങി എല്ലാം ബാഗ് ബസാറിലുണ്ട്. 30 വർഷത്തിന്റെ പ്രൗഢ പാരമ്പര്യവുമായി പയ്യന്നൂരിൽ ഞങ്ങൾ ഈ അധ്യയന വർഷത്തെ വരവേൽക്കാൻ ഒരുങ്ങിക്കഴിഞ്ഞു. ഇല്ലാത്ത ഓഫറുകളുടെ ഓൺലൈൻ കെണിയിൽ കുരുങ്ങേണ്ട. നേരെ വേഗം ബാഗ് ബസാറിലേക്ക് വന്നോളൂ. ഇഷ്ടമുള്ള ബ്രാൻഡുകൾ മിതമായ നിരക്കിൽ തിരഞ്ഞെടുത്തോളൂ. ബാഗ് ബസാർ നിയർ ഹോട്ടൽ ടോപ്പ് സ്റ്റാർ, ഓൾഡ് ബസ് സ്റ്റാൻഡ്, മെയിൻ റോഡ്, പയ്യന്നൂർ. മൊബൈൽ 9895111161 and 9072702082. Bag Bazaar, Balaji Tower opposite Grand Tejas, New Bus Stand, Payyanur. 9946747570.